കൂടെ കളിച്ചവരുണ്ട്, കളിപ്പിച്ചവരുണ്ട്. ഇതിനെ ഒരു തുടക്കം കുറിച്ച് ഇതിന് കാരണക്കാരനാവാൻ എനിക്ക് കഴിഞ്ഞുന്നത് സന്തോഷമുള്ള കാര്യം. സത്യത്തിൽ മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നി. ഞാനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. ആ ഉത്തരം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പം എനിക്ക് ഉറപ്പായി അദ്ദേഹം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പ്രീമിയർ ടൈസിലെ പഴയ ഗോൾ കീപ്പർ വിക്ടർ എംബലാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എന്നോട് സംസാരിച്ചതെന്ന് എനിക്ക് അപ്പോൾ ബോധ്യപ്പെട്ടു. എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ഒരു ചടങ്ങാണിത്. അതിൽ ഒരു ലേഖനം എന്നെക്കുറിച്ചായിരുന്നു. തൃശൂർ സെയിൻറ് തോമസ് കോളേജിൽ നിന്ന് തുടങ്ങിയ ഫുട്ബോൾ ജൈത്രയാത്ര കോഴിക്കോട് സർവകലാശാല പ്രീമിയർ ടയർ സന്തോഷ് ട്രോഫി വിജയിച്ച ടീമിലടക്കം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഗോൾ പോസ്റ്റ് കാത്ത കായിക ലക്ഷ്യങ്ങളുടെ ഹരമായി മാറിയ പ്രതിഭാവിലാസമാണ് വിക്ടർ മഞ്ചിലയുടേത്. 25 വർഷത്തിലേറെ കോഴിക്കോട് സർവകലാശാലയുടെ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി ഇരിക്കുവാനും ഭാഗ്യം ലഭിച്ച ശ്രീ വിക്ടർ മഞ്ചിലയെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ MP സാർ എന്ന പേരിൽ അറിയപ്പെടുന്ന MP സുരേന്ദ്രൻ അവറുകൾ, ഇന്നത്തെ മുഖ്യാതിഥി ദിവ്യേട്ടൻ, നമ്മുടെ ആശംസ അർപ്പിക്കാനെത്തിയ ക്രൈസ്റ്റ് കോളേജിലെ മാനേജർ ജോയച്ചൻ, കലറിക്കൽ ഫൗണ്ടേഷൻ്റെ പ്രധാനി ശ്രീ സ്റ്റീഫൻ ആൻ്റണി, ഇവിടെ എത്തിച്ചേർന്ന കൂടെ കളിച്ചവരുണ്ട്, കളിപ്പിച്ചവരുണ്ട്, അങ്ങനെ കുറേ പുതിയ ഫുട്ബോൾ താരങ്ങൾ ഉയർന്നു വരുന്ന താരങ്ങളുണ്ട്. എല്ലാവരെയും ആദ്യമായി എൻ്റെ നമസ്കാരം. എന്നെ സംബന്ധിച്ച് ഫുട്ബോളിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ഇവിടെ രണ്ടുപേരും നമ്മുടെ അധ്യക്ഷനായാലും അതുപോലെ തന്നെ മുഖ്യാതിഥിയായാലും ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. അതിന് പറയാൻ മാത്രം അറിവ് എനിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ സ്റ്റീഫൻ തുടക്കത്തിൽ പറഞ്ഞു, ആദ്യമായിട്ട് ഇതിനെ ഒരു തുടക്കം കുറിച്ച് ഇതിന് കാരണക്കാരനാവാൻ എനിക്ക് കഴിഞ്ഞുന്നത് സന്തോഷമുള്ള കാര്യം. പക്ഷേ അതേ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഏതോ ഒരു സദസ്സിൽ ചെന്ന് ഇങ്ങനെ ഒരാൾ അറിയുമെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നി. കാരണം ഇത്രയും കാലം ഫുട്ബോൾ ലോകത്ത് നിന്നുകൊണ്ട് നമ്മൾ അറിയില്ല എന്ന് പറയുന്നൊരു കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. പക്ഷേ അതിന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഏറെ സന്തോഷം തോന്നിയൊരു സംഗതി എന്നുണ്ടെങ്കിൽ, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്, അധികമായിട്ടില്ല, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഞാനൊരു യാത്ര കഴിഞ്ഞ് ഞാൻ നിൽക്കുന്ന സമയത്ത് അവിടെ രവിയേട്ടൻ അവിടെ ബെഞ്ചിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് ഫുട്ബോളിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും എഴുതുന്ന കാര്യങ്ങളും. അദ്ദേഹത്തിൻ്റെ വളരെ ആഴത്തിലുള്ള അറിവിനെ കുറിച്ച് എനിക്കറിയാം. പക്ഷെ എനിക്ക് പരിചയപ്പെടാനുള്ള അവസരം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് വളരെ ആശങ്കയോട് കൂടിയിട്ട് എന്നെ അറിയുമോ എന്നൊരു സംശയത്തിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ചോദിച്ചു, ഞാനൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. ആ ഉത്തരം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞെന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയല്ലേ, നിങ്ങളൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആളല്ലേ എന്ന് വെച്ചാൽ. അപ്പോൾ എനിക്കൊരു സംശയമായി. സാധാരണഗതിയിൽ പറയുന്ന ഒരു മുഖസ്തുതിയാണോ അല്ലെങ്കിൽ ഒരു രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണെന്ന്. അപ്പോൾ എനിക്ക് സംശയം തോന്നി. പക്ഷെ അത് കേട്ട് അടുത്ത ചോദ്യം ചോദിച്ചത്, നാളെ പ്രീമിയർ ടൈസിൽ കളിക്കുന്ന പ്ലെയർ, പേര് പെട്ടെന്ന് പ്രായമുണ്ടായിരിക്കാം, പുള്ളിയുടെ മകളുടെ കല്യാണമുണ്ട്, ആ കല്യാണത്തിന് വരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഉറപ്പായി അദ്ദേഹം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പ്രീമിയർ ടൈസിലെ പഴയ ഗോൾ കീപ്പർ വിക്ടർ എംബലാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എന്നോട് സംസാരിച്ചതെന്ന് എനിക്ക് അപ്പോൾ ബോധ്യപ്പെട്ടു. എന്തായാലും അദ്ദേഹത്തെ ഒരു തിരിച്ചറിവ് നമ്മളെ പെട്ടെന്ന് ഇത്ര കാലം ഞാൻ നേരിട്ട് കാണാത്ത ഒരാളാണ്. ഒരു പക്ഷേ ഗാലറി ഒന്ന് മാത്രം എൻ്റെ കളി കണ്ടിട്ടുള്ള ആൾ തന്നെ യൂണിഫോമിൽ കാണുന്ന ഒരാൾ ചിലപ്പോൾ പക്ഷേ പാൻറ് ഷർട്ടിൽ കണ്ടാൽ തിരിച്ചറിയില്ല. പക്ഷേ അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു. അതെനിക്ക് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ അതിവിടെ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. എന്തായാലും എൻ്റെ കർത്തവ്യം ഇവിടെ അവാർഡ് ജേതാക്കളെ ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ഒരു ചടങ്ങാണിത്. കാരണം ഇവിടെ 2 കാറ്റഗറി കോച്ചസിനോട് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഡോക്ടർ PV പ്രിയ, അതുപോലെ തന്നെ എബിൻ റോസ്. ഈ 2 കളിക്കാരെയും പരിശീലിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയ ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഏറെ കൃതജ്ഞനാണ്. പ്രിയ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരിശീലനമായിരിക്കുമ്പോൾ അവിടെ എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. അതുപോലെ എബിൻ റോസ് സന്തോഷ് ട്രോഫി സമയത്ത് അദ്ദേഹത്തിനെ പരിശീലിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ സെബിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അർഹതപ്പെട്ട ഒരു അവാർഡ് തന്നെയാണ് അവർ കിട്ടിയിട്ടുള്ളത്. സെബിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സെബിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടാനുള്ള കാരണം പറഞ്ഞത് 2 ലേഖനങ്ങൾ അദ്ദേഹം സൺഡേ സപ്ലിമെൻറ്റിൽ എഴുതിയ 2 ലേഖനങ്ങളെ ഉദ്ദേശിച്ചാണ്. അതിൽ ഒരു ലേഖനം എന്നെക്കുറിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം സെബി ഞാനുമായിട്ട് വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നതാണ്.
അതുപോലെ തന്നെ അടുത്ത 4ാമത്തെ ജേതാവ് എന്ന് പറയുന്നത് തോമസ് ആണ്. തോമസ് നേരത്തെ തന്നെ കേരള പോലീസിൻ്റെ കളിക്കാനായിരുന്നു. പക്ഷേ ഞാൻ കൂടുതൽ അടുത്തറിയുന്നത് അദ്ദേഹം ഞാൻ കുറേ കാലം കഴിഞ്ഞ് ഞാനും എം ജേക്കബും കേരള സ്റ്റേറ്റ് സ്കൂൾസ് ടീമിൻ്റെ സെലക്ടേഴ്സിൽ പോകാറുണ്ട്. അവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടീമിൻ്റെ കോച്ചാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കോച്ചാണ് തോമസ്. കാരണം കുട്ടികളെല്ലാം മറന്നുകൊണ്ട് ആ കളിയിലെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും ഒരു പരിധിവരെ നമുക്കൊക്കെ വിഷമം തോന്നുന്ന രീതിയിൽ കുട്ടികളെ വഴക്ക് പറയാനും കേൾക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക മനസ്സിൻ്റെ ഒരു നൈർമല്യം കൊണ്ടായിരിക്കാം. പക്ഷേ തീർച്ചയായും ആ ടീമിൻ്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും അത് ആ കോച്ചിൻ്റെ ഒരു മികവിൽ മാത്രം ഉണ്ടായത് എനിക്ക് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരം അവാർഡുകൾ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ നമ്മൾ ആദരിക്കുന്ന സമയത്ത് ഈ അവാർഡുകൾ ഇനിയും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് പ്രാപ്തരാവാൻ അതിന് അവസരമൊരുക്കും എന്ന പ്രതീക്ഷയുള്ളത്. അതിനെ എല്ലാ തരത്തിലുള്ള ആശംസകളും എല്ലാവർക്കും ഞാൻ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച കല്ലറയ്ക്കൽ ഫൗണ്ടേഷൻ്റെ ഈ ഉദ്യമം ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അത്രയും നല്ലൊരു ഉദ്യമം തുടങ്ങാൻ ഇതിനെ ശ്രമിക്കുന്ന സ്റ്റീഫൻ ആന്റണിക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നു, എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇതിന് അവസരം ഉണ്ടാക്കി തന്ന എൻ്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.